നെക്സ്റ്റ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ പല മെത്തേഡ്സിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഓരോ പ്രിപ്പറേഷൻ മാത്രം പറഞ്ഞു തരുവാണ് ഫ്യൂറാൻ്റെ തയോഫിൻ്റെ ഒക്കെ. ഓക്കെ, സോ ഫസ്റ്റ് പൈറോൾ പ്രിപ്പറേഷൻസ് ആണ് പറയുന്നത്. പ്രിപ്പറേഷൻസ് ഓർ സിന്തസിസ്, പ്രിപ്പറേഷൻസ് ഓർ സിന്തസിസ് ആണ്. ഒന്നാമത്തത് പൈറോൾ. പൈറോളിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ഒരു മെത്തേഡ് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഫ്രം അസെറ്റിലീനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, അസെറ്റിലീൻ നമുക്കറിയാം CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് ഫോമാൽഡിഹൈഡ് HCHO. ഫോമാൽഡിഹൈഡും അസെറ്റിലീനും കൂടി കമ്പൈൻ ചെയ്യും. എന്തിൻ്റെ പ്രസൻസിൽ? Cu2C2 കോപ്പർ കാർബൈഡ് Cu2C2ൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,4-ബ്യൂട്ടൈൻ ഡയോളാണ്. അതായത് C ട്രിപ്പിൾ ബോണ്ട് CH2 ഇതെന്താണ്? ബ്യൂട്ടൈൻ ആയി മാറി അല്ലേ? 1,4-ബ്യൂട്ടൈൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഡയോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു OH വരും, ഇവിടെ ഒരു OH വരും. 1,4-ബ്യൂട്ടൈൻ ഡയോൾ എന്ന് വരും. സോ ഫോമാൽഡിഹൈഡും അസെറ്റിലീനും ഫോമാൽഡിഹൈഡും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1,4-ബ്യൂട്ടൈൻ ഡയോൾ കിട്ടും. അത് ഇൻ പ്രസൻസ് ഓഫ് അമോണിയ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈറോൾ NH കിട്ടും. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് വാട്ടറും കിട്ടും. സോ പൈറോൾ പ്രിപ്പയർ ചെയ്യുന്നത് അസെറ്റിലീനും ഫോമാൽഡിഹൈഡും. ഇതാണ് സിമ്പിൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അസെറ്റിലീനും ഫോമാൽഡിഹൈഡും തമ്മിലുള്ള പ്രിപ്പറേഷൻ. പിന്നെ ഫ്യൂറാനിൽ നിന്ന് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യാറുണ്ട് പൈറോൾ. അതായത് ഫ്യൂറാൻ നമുക്കറിയാം ഓക്സിജൻ വരുന്ന റിങ്. അപ്പോൾ ഇതിന് അമോണിയ Al2O3 സ്റ്റീമിൻ്റെ പ്രസൻസിൽ കൊമേഴ്ഷ്യലി നമുക്ക് എന്ത് കിട്ടും? പൈറോൾ കിട്ടും. ഇങ്ങനൊരു മെത്തേഡ് കൂടി ഉണ്ട് പൈറോളിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്ന ഒരു മെത്തേഡ്. ഇപ്പോൾ ഒന്നാമത്തത് സാധാരണ ലാബോറട്ടറി പ്രിപ്പറേഷൻ, അസെറ്റിലീൻ ഫോമാൽഡിഹൈഡ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആണ് ഫ്യൂറാനിൽ നിന്ന് പൈറോൾ ഉണ്ടാക്കുക. എങ്ങനെ? അമോണിയ Al2O3 ആൻഡ് സ്റ്റീം. ജസ്റ്റ് പ്രിപ്പറേഷൻസ് സിലബസിൽ ചോദിച്ചത് കൊണ്ട് മാത്രം ഓരോന്നിൻ്റെ ഓരോ പ്രിപ്പറേഷൻസ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞത് പൈറോളിൻ്റെ പ്രിപ്പറേഷൻസ്. നെക്സ്റ്റ് ഫ്യൂറാൻ്റെ പ്രിപ്പറേഷൻ, ഡീകാർബോക്സിലേഷൻ ഓഫ് ഫ്യൂറോയിക് ആസിഡ്. ഫ്യൂറോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്യൂറാൻ്റെ പ്രിപ്പറേഷനാണ് പറയുന്നത്. ഫ്യൂറാൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഫ്യൂറോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, COOH. ഫ്യൂറാൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ആസിഡ് വരുന്നതാണ് ഫ്യൂറോയിക് ആസിഡ്. ഈ ഫ്യൂറോയിക് ആസിഡിൽ നിന്ന് ആസിഡിനെ ക്വിനോളിൻ്റെ പ്രസൻസിൽ, ക്വിനോളിൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ക്വിനോളിൻ്റെ പ്രസൻസിൽ കോപ്പർ കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂറാന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈസി മെത്തേഡാണ്. എന്താണ്? ഡീകാർബോക്സിലേഷൻ നടത്തുവാണ്. COOHനെ കളയാണ്. ഡീകാർബോക്സിലേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക് പോകും, CO2 ഗ്യാസ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഡീകാർബോക്സിലേഷൻ നടത്തിയിട്ട് നമുക്ക് ഫ്യൂറാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് തയോഫിൻ്റെ പ്രിപ്പറേഷൻ. എല്ലാത്തിൻ്റെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ മാത്രമേ പറയുള്ളൂ. തയോഫിൻ്റെ പ്രിപ്പറേഷൻ ഈസിയാണ്. എന്താണ്? അസെറ്റിലീൻ 2-acetylene plus H2S in presence of Al2O3 400 degree Celsius തയോഫീൻ ആയിട്ട് മാറും. ബൈ പ്രൊഡക്റ്റ് ഹൈഡ്രജൻ. ഓക്കെ, തയോഫീൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അസെറ്റിലീനും H2Sഉം Al2O3ൻ്റെ പ്രസൻസിൽ 400 degree Celsius ഹീറ്റ് ചെയ്യുവാണെങ്കിൽ തയോഫീൻ്റെ പ്രിപ്പറേഷൻ ആയി. തയോഫീൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേറെ മെത്തേഡുണ്ട്. സാധാരണ ബ്യൂട്ടേൻ ഉണ്ടല്ലോ, N-ബ്യൂട്ടേൻ, CH3 CH2 CH2 CH3 N-ബ്യൂട്ടേൻ. ഈ N-ബ്യൂട്ടേനെ സൾഫറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ 600 degree ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫർ മീൻസ് തയോഫീൻ കിട്ടും. തയോഫീനും
ബൈ പ്രൊഡക്റ്റ് ആയിട്ട് H2S 3H2S കിട്ടും. ഓക്കെ, ബൈ പ്രൊഡക്റ്റും കിട്ടും. സോ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ ബ്യൂട്ടൈൻ സൾഫറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റിലീനും H2S കൂടി മിക്സ് ചെയ്തിട്ട് L2O3 പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? തയോഫീൻ കിട്ടും. ഇതൊക്കെ ഈ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള 5 മെമ്പേർഡ് റിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ്, 5 മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് റിങ്ങിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. ജനറൽ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. മീൻസ് ഹെട്രോസൈക്ലിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിലബസിലെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ അല്ല. വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. 5 മെമ്പേർഡ് ഹെട്രോസൈക്ലിക്കിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് 5 മെമ്പേർഡ് റിങ്ങിൽ എവിടെയാണ് നടക്കുക അറിയോ? സെക്കൻഡ് പൊസിഷനിലാണ് നടക്കുക. എപ്പോഴും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് 5 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിങ്ങിൽ സെക്കൻഡ് പൊസിഷനിലായിരിക്കും നടക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നൈട്രേഷൻ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് പൈറോൾ എടുക്കാം. നമുക്ക് 5 മെമ്പേർഡ് ഏത് റിങ്ങും ആയിക്കോട്ടെ, തൽക്കാലത്തിനും പൈറോൾ എടുക്കാം. ഈ പൈറോളിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നൈട്രേഷൻ ചെയ്യുവാൻ പോവാണ്. നൈട്രേഷൻ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രസൻസ് ഓഫ് CH3CO twice O ആൻഹൈഡ്രൈഡ് പ്ലസ് HNO3 -10 ഡിഗ്രി സെൽഷ്യസിൽ നൈട്രേഷൻ നടത്തുവാണ്. നൈട്രേഷൻ നടത്തുമ്പോൾ നൈട്രോ ഗ്രൂപ്പ് അല്ലേ ആഡ് ചെയ്യപ്പെടുക. നൈട്രോ ഗ്രൂപ്പ് എപ്പോഴും ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇത് നമ്മുടെ പൈറോളാണ്. ഈ പൈറോളിൻ്റെ സെക്കൻഡ് പൊസിഷൻ, ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇതാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ സെക്കൻഡ് പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മുടെ പൈറോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ നമുക്ക് നൈട്രേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ നൈട്രേഷൻ ആകുമ്പോൾ NO3 ഗ്രൂപ്പ് വരണം. എവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യണം? സെക്കൻഡ് പൊസിഷനിൽ. സോ നമുക്ക് കിട്ടുക 2 നൈട്രോ പൈറോളാണ് കിട്ടുക. 2 നൈട്രോ പൈറോളാണ് കിട്ടുക. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വേറൊരു സൾഫണേഷൻ റിയാക്ഷൻ. സെയിം ഈ പൈറോളിൽ ഞാൻ സൾഫണേഷൻ ആണ് നടത്തുന്നത്. സൾഫണേഷൻ റിയാക്ഷൻ. സൾഫണേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് SO3 ഗ്രൂപ്പിൻ്റെ അഡീഷൻ ആണ് നടത്തേണ്ടത് അല്ലേ. SO3H ഗ്രൂപ്പ്. SO3 ഗ്രൂപ്പ് പിരിഡിൻ്റെ പ്രസൻസിൽ, പിരിഡിൻ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് 100 ഡിഗ്രി സെൽഷ്യസിൽ. സോ നമുക്ക് സൾഫണേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം SO3H ഗ്രൂപ്പാണ് സെക്കൻഡ്. SO3H ഗ്രൂപ്പാണ് വരേണ്ടത്. അപ്പോൾ ഏത് പൊസിഷനിലാണ് വരേണ്ടത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക? സെക്കൻഡ് പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്നുള്ളത് പറഞ്ഞു. സോ SO3H ഇവിടെ നടക്കും. സോ ഇവിടെയുള്ള ഇത് കാണുമ്പോൾ തന്നെ, റിയേജൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്. അതായത് സെക്കൻഡ് പൊസിഷനിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയുള്ളൂ, അല്ലാണ്ട് തേർഡിലും ഫോർത്തിലും ഒന്നും അല്ല പോയി നടക്കുക. അതും HNO3 ഉണ്ടെങ്കിൽ നൈട്രേഷൻ, SO3 ഉണ്ടെങ്കിൽ സൾഫണേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാണ്. ഇതിന് നമ്മൾ കോൾബ് റിയാക്ഷൻ എന്നാണ് പറയുക. കോൾബ് റിയാക്ഷൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് എന്താ കിട്ടുക? കോൾബ് റിയാക്ഷനിൽ സെക്കൻഡ് പൊസിഷനിൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പോൾ കാർബോക്സിലേഷൻ നടക്കും. ഇതും സെക്കൻഡ് പൊസിഷനിലാണ് നടക്കുന്നത്. അപ്പോൾ CO2 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ കാർബോക്സിലേഷൻ ആണ് നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പം ഈ എഴുതിയത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മായ്ച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതാം. എല്ലാം ഞാൻ പൈറോൾ എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 5 മെമ്പേർഡ് റിങ്ങിൻ്റെ കേസിലൊക്കെയും സിമിലർ പ്രൊഡക്റ്റാണ് കിട്ടുക. നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഈ ബ്രാഞ്ച് വന്നിട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ മായ്ച്ചിട്ട് ഇവിടെ എഴുതാൻ പോകുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അസൈലേഷൻ നമ്മൾ ഏതാ റിയേജന്റ് എടുക്കാറുള്ളത്? സാധാരണ CH3
CO twice O anhydride ബാർ SnCl4 എടുത്തു. അപ്പോൾ സാധാരണ അസൈൽ ഗ്രൂപ്പിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. അസൈലേഷനിൽ നമുക്കറിയാം COCH3 അസൈൽ ഗ്രൂപ്പ് അത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ള നമുക്ക് എപ്പോഴും അറിയാം. അസൈലേഷനും സെക്കൻഡ് പൊസിഷനിൽ മാത്രമേ നടക്കുള്ളൂ. സോ അസൈൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, 2-അസെറ്റൈൽ പൈറോൾ എന്നാ പറയാം. 2-അസെറ്റൈൽ പൈറോൾ. അപ്പോൾ അസൈൽ ഗ്രൂപ്പിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഫ്രീഡർ ക്രാഫ്റ്റ് അസൈലേഷൻ ആണെങ്കിൽ അസൈൽ ഗ്രൂപ്പിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് നടക്കുക? സെക്കൻഡ് പൊസിഷനിലാണ് നടക്കുക. ഇനി നെക്സ്റ്റ് സൾഫണേഷൻ വായിക്കുവാണ്. ഇപ്പോൾ അവിടെ നെക്സ്റ്റ് റിയാക്ഷൻ എഴുതാം. ഗട്ടർമാൻ കോച്ച് സിന്തസിസ് HCl-ഉം HCl-ഉം ആണ്. HCl-ഉം HCl-ഉം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഗട്ടർമാൻ കോച്ചാണ്. ഗട്ടർമാൻ കോച്ച് സിന്തസിസ്. അതായത് അവിടെ ഉണ്ടാവാൻ പോകുന്നത് ആൽഡിഹൈഡ് ആയിരിക്കും. ആൽഡിഹൈഡ് അവിടെ ഉണ്ടാവുക സെക്കൻഡ് പൊസിഷനിലാണ് ഉണ്ടാവുക. സെക്കൻഡ് പൊസിഷനിൽ ആൽഡിഹൈഡ് 2-ഫോമൈൽ പൈറോൾ എന്ന് പറയും. 2-ഫോമൈൽ പൈറോൾ. അതായത് ഗട്ടർമാൻ കോച്ച് സിന്തസിസിന്റെ റിയേജൻസ് ആണ് HCl-ഉം HCl-ഉം. അപ്പോൾ അത് ഏറോ മാർക്കിന് മുകളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ് എവിടെ വരും? സെക്കൻഡ് പൊസിഷനിൽ വരും. നെക്സ്റ്റ് റീമർ ടൈമൻ റിയാക്ഷൻ കൂടെ നമുക്ക് പറയാം. റീമർ ടൈമൻ റിയാക്ഷൻ സാധാരണ നമ്മൾ ഓർഗാനിക്കിൽ പറയാവുന്ന റിയാക്ഷൻസ് ഒക്കെയും ഈ പൈറോളിന്റെ കേസിൽ പറയുവാണ്. റീമർ ടൈമൻ റിയാക്ഷൻ. റീമർ ടൈമൻ റിയാക്ഷൻ അതിൻ്റെ റിയേജൻസ് എന്ന് പറയുന്നത് CHCl3-യും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ആണ്. CHCl3-യും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ആണ് എന്ത്? റീമർ ടൈമൻ റിയാക്ഷൻ്റെ റിയേജൻസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആണ് കിട്ടേണ്ടത്. റീമർ ടൈമൻ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ആൽഡിഹൈഡ് ആണ് കിട്ടേണ്ടത്. അത് എവിടെ കിട്ടും? നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ കിട്ടും. അപ്പോൾ ഏതൊരു 5 മെമ്പേർഡ് റിംഗ് ആണെങ്കിലും അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഹെട്രോസൈക്ലിക്കിൻ്റെ കേസിലെങ്കിൽ അവിടെ അതിൻ്റെ സെക്കൻഡ് പൊസിഷനിലാണ് എന്ത് ചെയ്യുക? അത് അറ്റാക്ക് ചെയ്യുക. അവിടെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ അസൈലേഷൻ ആണ് നമുക്ക് ഈ റിയേജൻസ് കാണുമ്പോൾ അസൈലേഷൻ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അസൈൽ ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് ഗട്ടർമാൻ കോച്ചിൻ്റെ റിയേജൻസ് ആണ് HCl-ഉം HCl-ഉം. അപ്പോൾ ആൽഡിഹൈഡ് ആണ് കിട്ടുക. അതും സെക്കൻഡ് പൊസിഷനിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പറയും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ. പൈറോളിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ എന്താണ് ഇനി നമ്മുടെ ഫ്യൂറാൻ ആണെങ്കിലും തയോഫീൻ ആണെങ്കിലും ഒക്കെയും സിമിലർ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഫ്യൂറാൻ ആണെങ്കിലും തയോഫീൻ ആണെങ്കിലും ഒക്കെയും സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെറുതെ വേണമെങ്കിൽ ഫ്യൂറാൻ എഴുതി നോക്കാം. ഫ്യൂറാൻ. ഓക്കെ, അപ്പോൾ ഫ്യൂറാൻ്റെ കേസിൽ ഞാൻ നൈട്രേഷൻ നടത്തുവാണ്. നേരത്തെ റിയേജൻസ് തന്നെ നൈട്രേഷൻ നടത്തുവാണ്. റിയേജൻസ് ഞാൻ എഴുതുന്നില്ല. നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് കിട്ടും. ഇതാ സെക്കൻഡ് പൊസിഷനിൽ NO2 കിട്ടും. ഇനി സൾഫണേഷൻ ആണ്. സൾഫണേഷൻ ആണെങ്കിലും ഇതേപോലെ നമുക്ക് എന്ത് കിട്ടും? ഫ്യൂറാൻ്റെ സെക്കൻഡ് പൊസിഷനിൽ SO3H കിട്ടും. ഓക്കെ, അസൈലേഷൻ ആണ്. ഫ്രീഡർ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ് എങ്കിലും നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് പൊസിഷനിൽ COCH3 അസൈൽ ഗ്രൂപ്പ് കിട്ടും. അങ്ങനെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെയാണ് സെക്കൻഡ് പൊസിഷനിൽ കിട്ടുക. ചില എക്സെപ്ഷൻസ് ഉണ്ട്. മിക്കവാറും നമ്മൾ പറയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ സെക്കൻഡ് പൊസിഷനിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ തന്നെ തയോഫീൻ്റെ കേസും കേട്ടോ. തയോഫീൻ്റെ കേസിലും ഇപ്പോൾ തയോഫീൻ ആകുമ്പോൾ ഇവിടെ S ആണ് വരിക. പ്രൊഡക്റ്റ് ഒക്കെ സെയിം ആണ്. ഇവിടെ S വരും, ലോൺ പെയറും. ഇവിടെ S വരും, ഇവിടെ S വരും. പ്രൊഡക്റ്റൊക്കെ സെയിം ആണ്. നൈട്രേഷൻ നടക്കുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ, സൾഫണേഷൻ ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ. അപ്പം സെക്കൻഡ് പൊസിഷനിലാണ് 5 മെമ്പേർഡ് റിങ്ങിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കൽ. ഓക്കെ, നെക്സ്റ്റ് അഡീഷൻ റിയാക്ഷൻസ് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അഡീഷൻ റിയാക്ഷൻസ് 5 മെമ്പേർഡ് റിങ്ങിൻ്റെ കേസിൽ തന്നെ പറയാം. അഡീഷൻ റിയാക്ഷൻസ് ആണ് സെക്കൻഡ്. അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറയാം.
ഹൈഡ്രോജനേഷൻ എ, അതായത് ഹൈഡ്രജൻ്റെ അഡീഷൻ അല്ലേ, ഹൈഡ്രജൻ്റെ അഡീഷൻ, ഇതിനാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പൈറോളിഡിന് ഇതെന്താണ്, സോറി പൈറോൾ നമ്മൾ ഹൈഡ്രജൻ്റെയും നിക്കലിൻ്റെ പ്രസൻസിൽ റിഡ്യൂസ് ചെയ്യുകയാണ് 200 ഡിഗ്രി സെൽഷ്യസിൽ റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈറോളിഡിൻ കിട്ടും. നേരത്തെ പൈറോളിഡിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഡബിൾ ബോണ്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ് പൈറോളിഡിൻ എന്ന് പറയുന്നത്. ഡബിൾ ആറുണ്ട്, പൈറോളിഡിൻ. സോ പൈറോളിനെ നമ്മൾ റിഡ്യൂസ് ചെയ്യുവാണെങ്കിൽ പൈറോളിഡിൻ കിട്ടും. അഡീഷൻ റിയാക്ഷൻ, ഹൈഡ്രജൻ്റെ അഡീഷനാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഫ്യൂറാനെ ആണെങ്കിലോ, ഫ്യൂറാനെയാണ് നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് ഉണ്ട്. ഫ്യൂറാൻ്റെ കേസിൽ 2 ഹൈഡ്രജൻ ബാർ നിക്കൽ എന്ത് കിട്ടും, ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, THF എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെട്രാ ഹൈഡ്രോ ഫ്യൂറാൻ ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് തയോഫീൻ ആണെങ്കിലും ടെട്രാ ഹൈഡ്രോ തയോഫീൻ കിട്ടും. തയോഫീൻ ആണെങ്കിൽ ഇവിടെ തന്നെ മാറ്റിട്ട് എഴുതാം. ഇത് തയോഫീൻ ആണെങ്കിൽ നമുക്ക് റിയേജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പലേഡിയം ബാർ ഹൈഡ്രജൻ. അപ്പോൾ നമുക്കിവിടെ ടെട്രാ ഹൈഡ്രോ തയോഫീൻ കിട്ടും, THT, ടെട്രാ ഹൈഡ്രോ തയോഫീൻ കിട്ടും. ഇതൊക്കെ എന്താണ്, അഡീഷൻ റിയാക്ഷൻസ് ആണ്. അതായത് നിക്കൽ അല്ലെങ്കിൽ പലേഡിയത്തിൻ്റെ ഒക്കെ പ്രസൻസിൽ നമ്മൾ റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡബിൾ ബോണ്ട് റിഡ്യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റിഡ്യൂസ് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുക. ഇതിനെയാണ് അഡീഷൻ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അഡീഷനിൽ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടൻസ്ഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡോളാണ് മെയിനായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. കണ്ടൻസ്ഡ് സിസ്റ്റത്തിൽ മെയിനായിട്ട് നമ്മൾ ഇൻഡോളാണ് പറയുന്നത്. കണ്ടൻസ്ഡ് സിസ്റ്റത്തിൽ എക്സാമ്പിളായിട്ട് ഇൻഡോളാണ് പറയാറുള്ളത് അല്ലേ. ഇപ്പം ഇൻഡോളിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6 മെമ്പേർഡ് റിങ്, ഒരു 5 മെമ്പേർഡ് പൈറോൾ റിങ് അല്ലേ. അതാണ് ഇത് ഇൻഡോൾ എന്ന് പറയുന്നത്. ഇതാണ് ഇൻഡോളിൻ്റെ സ്ട്രക്ചർ. ഇതൊരു കണ്ടൻസ്ഡ് ഫ്യൂസ്ഡ് റിംഗ് ആണ്. ഒരു 6 മെമ്പേർഡും ഒരു 5 മെമ്പേർഡ് റിങ്ങും ആണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത് ഒരു വലിയ സിന്തസിസ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഈ സിന്തസിസ്, ഈ മെക്കാനിസം നമുക്ക് ഒരിക്കലും ആവശ്യമായിട്ട് വരുന്നില്ല. സിന്തസിസ് ചെയ്യുന്ന മെക്കാനിസം ആവശ്യമായിട്ട് വരുന്നില്ല. സോ എനിക്ക് തോന്നുന്നത് PGക്കാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നതും. സോ വെറുതെ അത് പറയുന്നില്ല. ഇൻഡോളിൻ്റെ പ്രിപ്പറേഷൻ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഏതാണെന്ന് മാത്രം. ഈ പേര് കുറച്ചൊരു ഫെമിലിയർ ആണ്. ഫിഷർ ഇൻഡോൾ സിന്തസിസ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇൻഡോള് സിന്തസിസ് ചെയ്യുന്ന റിയാക്ഷൻ ആണെന്നുള്ളത്. ഫിഷർ ഇൻഡോൾ സിന്തസിസും അതുപോലെ മാഡ്ലൻ സിന്തസിസ്. ഈ 2 സിന്തസിസ് ആണ് നമ്മൾ സാധാരണ ഈ ഇൻഡോളിൻ്റെ സിന്തസിസിന് വേണ്ടി പറയാറുള്ളത്. ഫിഷർ ഇൻഡോൾ സിന്തസിസും മാഡ്ലൻ സിന്തസിസും ആണ്. അപ്പോൾ ഈ ഫിഷർ ഇൻഡോൾ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു റീഅറേഞ്ച്മെന്റ് പോലത്തെ റിയാക്ഷൻസ് ആണ്. അതിൻ്റെ മേജർ പാരന്റ് എന്താണെന്ന് മാത്രം പറയാം. റിയാക്റ്റന്റ് എന്താണെന്നുള്ളത് അസറ്റോൺ ഫീനൈൽ ഹൈഡ്രസോൺ ആണ്. അസറ്റോൺ ഫീനൈൽ ഹൈഡ്രസോൺ NHN ലോൺ പെയർ ഉണ്ട്. ഡബിൾ ബോണ്ട് CH3 CH2 ഇവിടെ CH2H. ഇതാണ് അസറ്റോൺ ഫീനൈൽ ഹൈഡ്രസോൺ എന്ന് പറയുന്നത്. അസറ്റോൺ ഫീനൈൽ ഹൈഡ്രസോൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ പാരന്റ് ആറ്റം ടോട്ടോമറൈസ് ചെയ്ത് റീഅറേഞ്ച്മെന്റ്സ് ഇവിടെ നിന്ന് നടന്നിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഫിഷർ മീൻസ് ഇൻഡോൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഫിഷർ ഇൻഡോളിൻ്റെ പാരന്റ് ആയിട്ടുള്ളത് അസറ്റോൺ ഫീനൈൽ ഹൈഡ്രസോൺ. അഥവാ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ സിന്തസിസിൻ്റെ നെയിം ഏതാണ്, ഫിഷർ ഇൻഡോൾ സിന്തസിസ്. അതിൻ്റെ റിയാക്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്, അസറ്റോൺ ഫീനൈൽ ഹൈഡ്രസോൺ ആണ് റിയാക്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാഡ്ലൻ സിന്തസിസിൻ്റെത് എന്ന് പറയുന്നത് അസൈൽ അമിഡോട്ടൊളുവീൻ ആണ് എടുക്കുന്നത്. മേജറായിട്ട് നമ്മൾ എടുക്കുന്നത് അസൈൽ അമിഡോട്ടൊളുവീൻ. അതായത്
ആദ്യം ടൊളുവീൻ വരക്കാം. അസൈൽ അമിഡോ NHCOR, അസൈൽ അമിഡോ ടൊളുവീൻ. ഓർത്തോ അസൈലാണ്, ഓർത്തോ പൊസിഷനിലാണ് വരുന്നത്. ഓർത്തോ അസൈൽ അമിഡോ ടൊളുവീൻ, അസൈൽ അമിഡോ ഗ്രൂപ്പ് ടൊളുവീൻ്റെ കൂടെ വരുന്ന ഈ പ്രൊഡക്റ്റാണ്. ഇതാണ് നമ്മൾ ഈ റിയാക്റ്റൻ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് ഇൻഡോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? NaNH2ൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇൻഡോൾ കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഡോൾ കിട്ടും. ഈ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഡോൾ കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടൻസ്ഡ് സിസ്റ്റം മീൻസ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫിഷർ ഇൻഡോൾ വാൻഡലം സിന്തസിസും ആണ് ഇൻഡോളിൻ്റെ കേസിൽ. അതിൻ്റെ റിയാക്റ്റൻ്റ് ഏതാണെന്ന് ഓർത്താൽ മതി. ഈ സെക്കൻഡ് റിയാക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ. നെക്സ്റ്റ്, ഇതിൻ്റെ കണ്ടൻസ്ഡ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്. സാധാരണ നമ്മൾ നേരത്തെ 5 മെമ്പേർഡിൻ്റെ പറഞ്ഞില്ലേ, കാരണം നമ്മൾ എത്ര റിയാക്ഷൻസ് പറഞ്ഞാലും അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ മാത്രമാണ് അത് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് കിട്ടുന്നത് സെക്കൻഡ് പൊസിഷനിൽ മാത്രമാണ് കിട്ടുന്നത്. സോ നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്. കണ്ടൻസ്ഡ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ഇൻഡോള്, ഓക്കെ. ഇൻഡോളിൻ്റെ നമ്മൾ സൾഫണേഷൻ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. സൾഫണേഷൻ ചെയ്യുമ്പോൾ SO3 പിരിഡിൻ 120 ഡിഗ്രി സെൽഷ്യസ്. ഇത് കാണുന്നതിന് സൾഫണേഷൻ ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ SO3H ഗ്രൂപ്പാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ ഏത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? നേരത്തെ 5 മെമ്പേർഡ് റിംഗ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സെക്കൻഡ് പൊസിഷനിലാണ്. പക്ഷേ കണ്ടൻസ്ഡ് സിസ്റ്റത്തിലെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക തേർഡ് പൊസിഷനിലായിരിക്കും. അത് എപ്പോഴും ഓർത്ത് വെക്കുക. പൊസിഷൻ നമ്പർ 3യിലായിരിക്കും. കണ്ടൻസ്ഡ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക ഇവിടെ ആയിരിക്കും, തേർഡ് പൊസിഷനിൽ SO3H. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ഇതാണ് തേർഡ് പൊസിഷൻ. തേർഡ് പൊസിഷനിലാണ് എന്ത് ചെയ്യുക, നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇൻഡോൾ 3 സൾഫോണിക് ആസിഡ്, അതാണ് പേര്. ഇൻഡോൾ 3 സൾഫോണിക് ആസിഡ്. അപ്പോൾ ഫ്യൂസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ എവിടെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടക്കുക? തേർഡ് പൊസിഷനിൽ. 5 മെമ്പേർഡ് റിംഗിൻ്റെ കേസിൽ സെക്കൻഡ് പൊസിഷനിലാണ് നടക്കുക. അപ്പോൾ രണ്ടിൻ്റെയും പ്രിപ്പറേഷൻസ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മളിനി റീമർ-ടൈമർ റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ആൽഡിഹൈഡ് കിട്ടുന്ന റിയാക്ഷൻ, റീമർ-ടൈമർ റിയാക്ഷൻ. CHCl3KOH. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആണ്. റീമർ-ടൈമറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് റീമർ-ടൈമർ ആണ്. CHCl3 പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇൻഡോൾ റിങ്ങിൽ തേർഡ് പൊസിഷനിൽ ആൽഡിഹൈഡ് വരും. 3-4-മൈൽ ഇൻഡോൾ, 3-4-മൈൽ ഇൻഡോൾ എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അയോഡിനേഷൻ ചെയ്യുവാണെന്ന് വിചാരിക്കും. അയോഡിനേഷൻ, അതായത് അയഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കിനോളിൻ്റെ തേർഡ് പൊസിഷനിൽ ഒരു അയഡിൻ വന്ന് നോക്കും. 3 അയോഡോ മീൻസ് ഇൻഡോളിൻ്റെ തേർഡ് പൊസിഷനിൽ ഒരു അയഡിൻ വരും. 3 അയോഡോ ഇൻഡോൾ എന്ന് പറയാം. 3 അയോഡോ ഇൻഡോൾ. ഓക്കെ, പിന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോഫിലിക്കിൽ മീൻസ് കണ്ടൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിലൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് സിസ്റ്റം 5 മെമ്പേർഡ് 6 മെമ്പേർഡ് ആണ് പറഞ്ഞിട്ട് നിർത്തും. നെക്സ്റ്റ് 6 മെമ്പേർഡ് റിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, 6 മെമ്പേർഡ് റിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ 6 മെമ്പേർഡ് ഹെഡ്രോസൈക്ലിക്കിൽ മെയിനായിട്ട് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ പിരിഡിൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6 മെമ്പേർഡ് റിങ്ങിൻ്റെ കേസിൽ പിരിഡിനാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പിരിഡിനാണ്. അപ്പോൾ പിരിഡിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. പിരിഡിൻ 6 മെമ്പേർഡ് റിംഗ് ആണ്, അതിൽ പിരിഡിനാണ് നമ്മൾ മേജറായിട്ട് പറയാറുള്ളത്. അപ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. പിരിഡിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത് നിക്കോട്ടിനിക് ആസിഡ്, അതായത്
സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആസ് പിരിഡിൻ. പിന്നെ അതിൻ്റെ തേർഡ് പൊസിഷനിൽ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും. ഇതിനാണ് നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത്. നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ നിക്കോട്ടിനിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ കാൽഷ്യം ഓക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പിരിഡിൻ കിട്ടും. ഓക്കെ, പിരിഡിൻ കിട്ടും. അതിൻ്റെ കൂടെ സോഡിയം കാർബണേറ്റും വാട്ടറും ഉണ്ട്. ഞാൻ അത് ബാലൻസ് ചെയ്തൊന്നും എഴുതുന്നില്ല. നിക്കോട്ടിനിക് ആസിഡ് റിയാക്റ്റൻ്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? പീരിഡിൻ ആണ്. ഇനി പീരിഡിൻ്റെ കേസിൽ തന്നെ നമുക്ക് അതിന് നമുക്ക് എന്ത് പറയാം? പീരിഡിൻ ബേസിക് ആണ്. മോർ ബേസിക് ആണ് പീരിഡിൻ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള നേച്ചറാണ് കൂടുതലുള്ളത്. കാരണം ലോൺ പെയർ ഉണ്ട്. സോ ഇത് ബേസിക് നേച്ചറാണ് പീരിഡിൻ കാണിക്കുക. ഓക്കെ, ഇനി പീരിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയായിരിക്കും നടക്കുക? നേരത്തെ 5 മെമ്പേർഡ് റിംഗിൽ സെക്കൻഡ് പൊസിഷനിൽ നടന്നു, കണ്ടൻസർ സിസ്റ്റത്തിൽ തേർഡ് പൊസിഷനിൽ നടന്നു. അപ്പോൾ പീരിഡിൻ്റെ കേസിൽ 6 മെമ്പേർഡ് റിംഗിൻ്റെ കേസിൽ എവിടെ നടക്കും? നമ്മൾ നൈട്രേഷൻ കൊടുക്കുകയാണ് KNO3 പൊട്ടാഷ്യം നൈട്രേറ്റിനും സൾഫ്യൂരിക് ആസിഡ് 200 ഡിഗ്രി സെൽഷ്യസിൽ നൈട്രേഷനാണ് കൊടുക്കുന്നത്. നൈട്രേഷൻ റിയാക്ഷൻ എവിടെയായിരിക്കും നടക്കുക? സെക്കൻഡിലായിരിക്കുമോ തേർഡിലായിരിക്കുമോ? അപ്പോൾ നമ്മുടെ 6 മെമ്പേർഡ് റിങ്ങിൻ്റെ കേസിൽ എപ്പോഴും അത് തേർഡ് പൊസിഷനിലായിരിക്കും നൈട്രേഷൻ നടക്കുക. NO2 നമുക്ക് കിട്ടുന്നത് 3 നൈട്രോ പിരിഡിൻ. ഓക്കെ, നെക്സ്റ്റ് ബ്രോമിനേഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. ബ്രോമിനേഷൻ 300 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിലാണ്. മേജർ പ്രൊഡക്റ്റ് വരുന്നത് തേർഡ് പൊസിഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സൾഫണേഷൻ. ഇനി സൾഫണേഷൻ്റെ റിയേജൻസ് ഒന്നും എഴുതുന്നില്ല. സൾഫണേഷൻ ആണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും പ്രൊഡക്റ്റ്. ഇവിടെ കിട്ടും തേർഡ് പൊസിഷനിൽ SO3H കിട്ടും. ഓക്കെ, സോ കണ്ടൻസ്ഡ് സിസ്റ്റം ആണെങ്കിലും 6 മെമ്പേർഡ് റിംഗ് ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ തേർഡ് പൊസിഷനിലാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. 5 മെമ്പേർഡ് റിംഗ് ആണെങ്കിൽ മാത്രമാണ് സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 5 മെമ്പേർഡ് 6 മെമ്പേർഡ് കണ്ടൻസ്ഡ് സിസ്റ്റം, അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ പ്രോപ്പർട്ടി, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മെയിനായിട്ട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഹൈഡ്രോസൈക്ലിക്കിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.